77-ലൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ഈ തോട്ടിലെ വെള്ളം. GCD നിന്ന് കയ്യിലെടുത്തോ ഈ പുഴയും തോടുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ശരിയാണ്. പിള്ളേരും കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ അതുങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരൂലേ ഈ അടുക്ക് വെള്ളമൊക്കെ കയറി വരുമ്പോൾ. ആരും വന്നിട്ടില്ല മോനെ, അന്വേഷിക്കാനൊന്നും ആരും വന്നിട്ടില്ല ഇത്രയും നാളായിട്ടും. മുന്നേ ചെയ്യേണ്ട ജോലി കോർപ്പറേഷൻ ചെയ്യേണ്ട ജോലികളാണ്, അതൊന്നും അവരിപ്പോൾ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നു. നമസ്കാരം കേരള. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയുടെ നഗരപ്രദേശത്തിന് മധ്യത്തിൽ തന്നെയാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം അധികമായ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു കനാലാണ് എൻ്റെ തൊട്ടു ബാക്കിലുള്ളത്. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ശക്തമായൊരു മഴ പെയ്താൽ തന്നെ ഇത് നിറഞ്ഞു കവിയും. അപ്പോഴൊക്കെ തന്നെ ഈ വേസ്റ്റും ഇതിൽ നിരവധി പാമ്പുകൾ ചേരയൊക്കെ ഉണ്ടെന്നാണ് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഈ പാമ്പൊക്കെ ഇങ്ങോട്ട് കയറി വരാനുള്ള സാധ്യതയുണ്ട്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാലിന്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് നിലനിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സർക്കാരിൻ്റെ അശ്രദ്ധ തന്നെയാണ്, അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ അശ്രദ്ധ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇത് ഏകദേശം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കടവന്ത്ര, കരൂർ, എറണാകുളം ജംഗ്ഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. കൊച്ചിയുടെ ജീവനാഡി എന്ന് ഒരു കാലത്ത് ഹൈക്കോടതി വിശേഷിപ്പിച്ച തേവര പേരണ്ടൂർ കനാലാണ് ഇന്ന് നഗരത്തിന് വലിയ കനത്ത ഭീഷണിയായി മാറിയിട്ടുള്ളത്. ഇത് സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും അശ്രദ്ധയായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇവിടെയുള്ള ജനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോഴും നേരിടുന്നത്. 2018 ആയപ്പോഴേക്കും നമുക്കറിയാം, 2018 ഇത് ക്ലീൻ ചെയ്യാനും ഇതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി സർക്കാർ ഫണ്ട് അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഇതിൻ്റെ ഒരു തരത്തിലുള്ള പ്രവർത്തികളും നടന്നില്ല എന്ന് തന്നെ വിലയിരുത്താം. ഇവിടെയുള്ള ജനങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ശക്തമായൊരു മഴ, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം 2 മണിക്കൂർ നിർത്താതെ മഴ പെയ്താൽ തന്നെ ഈ കൊച്ചി ഒരു ഒഴുക്കുള്ള പുഴയായി മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഇപ്പോഴിങ്ങനെ കെട്ടിക്കിടക്കുന്ന നിരവധി മാലിന്യങ്ങളുമായി ഈ തോടും വലിയ ഭീഷണിയായി ഇവിടെയുള്ള ജനങ്ങൾക്ക് മാറുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 77-ലൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ഈ തോട്ടിലെ വെള്ളം. ഞങ്ങൾ കുളിക്കുകയും കൊച്ചുങ്ങടെ തുണി തിരുമുകയും എല്ലാം ചെയ്തതായിരുന്നു. GCD നിന്ന് കയ്യിലെടുത്തോ ഈ പുഴയും തോടുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പം കൊതുകും പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം നിറഞ്ഞു കിടക്കുന്ന തോട്. അവരുടെ കണ്ണൊന്നും തുറയണമൊന്നുമില്ല. അപ്പോൾ ഈ മഴ പെയ്യുമ്പം വെള്ളം കയറുമ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമാകുമല്ലേ? ഇതൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണല്ലോ. അപ്പൊ മഴക്കാലം വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇവിടെ ജീവിക്കാൻ വലിയൊരു പ്രതിസന്ധി ആകുകയല്ലേ ചെയ്യുന്നത്? ശരിയാണ്. പിള്ളേരും കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ അതുങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരൂലേ ഈ അടുക്ക് വെള്ളമൊക്കെ കയറി വരുമ്പോൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ഞങ്ങൾക്ക് ചെയ്യണം, ഞങ്ങൾക്ക് ചെയ്ത് തരണം. ഈ കനാലിന് വേണ്ടിയിട്ട് എല്ലായിടത്തുനിന്നും വന്ന അഴുക്കുകൾ കംപ്ലീറ്റ് ഇല്ലേ കൂടെ ഒഴുകി പോകണേ. ഇപ്പോൾ വെള്ളമാണെങ്കിൽ മുറ്റത്തൊക്കെ അടിച്ച് കയറിയ പണി കിട്ടും. അകത്ത് വരെ കയറണ്ട ഓരോരുത്തർ. ഈ മഴ കൂടിക്കഴിയുമ്പോഴൊക്കെയാണ് അകത്തോട്ട് കയറണ വെള്ളം. എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്തു തരണം. ഇപ്പൊ ഈ വേസ്റ്റ് ഒക്കെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. സർക്കാരിന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഇതുവരെ അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആരും വന്നിട്ടില്ല മോനെ, അന്വേഷിക്കാനൊന്നും ആരും വന്നിട്ടില്ല ഇത്രയും നാളായിട്ടും. ഇതൊക്കെ ഒന്ന് വേസ്റ്റ് വാരാനും കൂടെ വന്നില്ല, അല്ലെങ്കിൽ അവിടെയൊക്കെ വന്ന് വേസ്റ്റ് വാരിക്കൊണ്ടിരിക്കണായിരുന്നു ആൾക്കാർ. ഇപ്പോൾ വന്നില്ല. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറും. എന്നാലും ഈ കസ്തൂർബ നഗറിൽ സ്വതവേ വെള്ളം കയറൽ കുറവാണ്. എന്നാലും ആ ഇടുങ്ങി കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ കാന എല്ലാം ഈ പുഴ പോലത്തതെല്ലാം കാന പോലെ ആയതുകൊണ്ട് അങ്ങോട്ടൊക്കെ വെള്ളം കയറും മഴക്കാലം. അപ്പോൾ ഇതിങ്ങനെ വെള്ളം ഒഴുകിപ്പോകാണ്ട് കെട്ടിക്കിടക്കുമ്പോൾ വേസ്റ്റും മറ്റും ഒക്കെ വരുമ്പോൾ വലിയ ഭീതി തന്നെയല്ലേ അത്? അതെ, ശരിക്കും അതൊരു പ്രശ്നം തന്നെയാണ്. ഉള്ള വേസ്റ്റും പ്ലാസ്റ്റിക്കും എല്ലാം വന്ന് അടിഞ്ഞുകൂടി ഇതൊക്കെ കാനകളെല്ലാം ബ്ലോക്കായി കിടക്കുന്നത്. ഇത് മഴക്കാലത്ത് മുന്നേ ചെയ്യേണ്ട ജോലി കോർപ്പറേഷൻ ചെയ്യേണ്ട ജോലികളാണ്, അതൊന്നും അവരിപ്പോൾ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നു. കൊതുകും അതും ഇതെല്ലാം കൊണ്ട് നമുക്കാകെ ബുദ്ധിമുട്ട് തന്നെയാണ്. ആരെങ്കിലും ഇപ്പോൾ മഴ തുടങ്ങിയതിന് ശേഷം അതിന് മുമ്പ് ഇത് അന്വേഷിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നോ ആരെങ്കിലും വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ആരും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അവർ ഇടയ്ക്ക് ഇങ്ങനെ വരും, കാന കോരും, അങ്ങ് പോവും, കരക്കിടും. പിന്നെ മഴ പെയ്യുമ്പോൾ അത് ഒലിച്ച് അങ്ങോട്ട് തന്നെ പോകും, കാനക്കാത്തന്നെ. ഇതാണ് കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാലിൻ്റെ നിലവിലെ അവസ്ഥ. സാധാരണക്കാരുടെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന വിധം വലിയ മാലിന്യ കൂമ്പാരമാണ് ഈ ഒഴുക്കില്ലാത്ത കനാലിൽ കെട്ടിക്കിടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും അനാസ്ഥ മൂലമാണ് സംഭവിച്ചതെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും.